നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് വേണ്ട ഒരു കാര്യമാണ് അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അളവുകോല് കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആക്കി കിട്ടണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ന്യൂട്ടോണിയൻ റൂളിൻ്റെ എല്ലാ പ്രത്യേകതകളിൽ നിന്നും ഉദിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചെന്നാൽ അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന യൂണിറ്റുകളിൽ നിന്നാണ് ഈ സയൻസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം അളക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന ഒരു പരുവത്തിൽ കിട്ടുകയും വേണം. അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ മോമെൻറ്റ്, വെലോസിറ്റി, എനർജി മുതലായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും വേണം. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ മൂവ്മെൻറ്റ്, പൊസിഷൻ, ഇപ്പം എന്തവസ്ഥ, ഈ അവസ്ഥയ്ക്കൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തോരം മുന്നോട്ട് പോകും. അങ്ങനെ ചലനം ഉണ്ടാവുമ്പോൾ അതിന് എന്തുമാത്രം പവർ ഉണ്ടാവും, എനർജി ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കാണുന്ന ഈ മോഡേൺ സയൻസിലെ മുഴുവൻ കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോഴും പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത്. കാരണം റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റണം. എന്താണോ നമ്മൾ പറയുന്നത് ആ കാര്യത്തെ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റണം. എന്താണ് അതിൻ്റെ അംശം, എന്താണ് അതിനെ ഏത് രൂപത്തിൽ നമുക്ക് അളക്കാൻ പറ്റും മുതലായ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മാക്സ് പ്ലാങ്കാണ് ക്വാണ്ടം മെക്കാനിസത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുകയും ആദ്യമായിട്ട് അതിനെക്കുറിച്ച് നിർവചനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തതെങ്കിലും, അതായത് ക്വാണ്ട അല്ലെങ്കിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു ഒഴുകുന്ന വെള്ളം പോലെയല്ല, ഒരു ഡോട്ട് പോലെയാണ്. കാരണം വിട്ട് വരുന്ന ഒരു പാക്കറ്റായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പം ഈ ക്വാണ്ടം എന്ന് പറയുന്ന ഐഡിയ തന്നെ വരുന്നത് അദ്ദേഹത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആറ്റം എന്ന് പറയുന്നത്, ആറ്റത്തിൻ്റെ പുറത്തിരിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാക്കറ്റുകളായിട്ടാണ് കിടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് അങ്ങനെയാണ്. അത് അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പല കളറിൽ പ്രകാശം കത്തുന്നതിൻ്റെ കാരണം ഓരോ പാക്കറ്റുകളും കത്തുന്നതുകൊണ്ടാണ്. അപ്പം ഓരോ പാക്കറ്റിൽ നിന്നും കത്തുമ്പം അടുത്ത പാക്കറ്റിലേക്ക് കയറുമ്പം അത്രയും എനർജി കൂട്ടി കൊടുക്കുമ്പോഴാണ് അടുത്ത പാക്കറ്റിലേക്ക് കയറാൻ പറ്റുന്നത്. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. അത് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ തന്നെ ഒരു വിശ്വാസമില്ലായ്മയും കാര്യങ്ങളൊക്കെ വന്ന് അദ്ദേഹം അത് പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷേ അതിനെ ഒരു റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പരുവത്തിലേക്ക് ആക്കി മാറ്റിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെർണാഡ് ഹൈസൻബർഗും എർവിൻ സോൾജിഞ്ചറും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ടാണ് 1925 ബെർണാഡ് ഹൈസൻബർഗിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടാണ് 2025 നമ്മൾ ഇതിൻ്റെ 100 വർഷം ആഘോഷിക്കാനിടയായത് ക്വാണ്ടം മെക്കാനിസത്തിൻ്റെ. അതിൻ്റെ കാരണം അദ്ദേഹമാണ് റെപ്രസെൻറ്റേറ്റീവ് രൂപത്തിലേക്ക് ഹൈസൻബർഗാണ് ഇതിനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് ഷോൾഡിഞ്ചർ എന്ന് പറയുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും ഇതിനെ വേവ് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇതിനെ ഈ ഇലക്ട്രോൺസിനെ കാണാനുള്ള ഒരു രീതിയിലേക്ക് ആക്കി കൊടുക്കുകയും ചെയ്തത്. അപ്പം ഹൈസൻബർഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടത് മെട്രിക്സ് ആണ്. അപ്പം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്ന വൂമ്പ് എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥമാണ്. അതായത് ഒരു ഗർഭപാത്രം എന്ന അർത്ഥമാണ് അതിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്ന ഐഡിയോളജിയുടെ അർത്ഥം തന്നെ, ആ വേർഡിൻ്റെ അർത്ഥം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താ, അതുമായിട്ട് മാച്ചാകുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹം ഈ ഇലക്ട്രോണുകളെയും പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കോരോ സയൻറ്റിഫിക്കലായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും കാണാനുമില്ല, ആർക്കും അതിന് മനസ്സിലാകത്തുമില്ല.
അപ്പോൾ പിന്നെ എന്തൊക്കെ നമുക്ക് പുറത്ത് കാണാം? നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രകാശ സ്പെക്ട്രം കാണാം. അതായത് നമ്മൾ അതിനെ ഒന്നും കൂടി വ്യക്തമായിട്ട് പ്രകാശ സ്പെക്ട്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. സ്പെക്ട്രം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർണ്ണരാജി അല്ലെങ്കിൽ മഴവില്ല്, നമ്മൾ റെയിൻബോ കാണാറുണ്ട്. എന്ത് സുന്ദരമാണ്! എന്താ അവിടെ സംഭവിക്കുന്നത്? കാരണം ആകാശത്തു നിന്നും വരുന്ന സൂര്യൻ്റെ വെള്ളവെട്ടം, കാരണം റേഡിയേഷൻ കുറഞ്ഞ വെള്ളവെട്ടമാണ് നമുക്ക് കിട്ടുന്നത്. ആ വെള്ളവെട്ടം മഴ പെയ്യുമ്പം മഴത്തുള്ളികൾ വീണ് ഈ മഴത്തുള്ളി ഒരു പ്രിസം പോലെ പ്രവർത്തിക്കുമ്പം ആ പ്രിസത്തെ തട്ടി അതിൽ കൂടെ കടന്നു വരുന്ന ഈ പ്രകാശം എന്ന് പറയുന്ന സംഭവം പല വർണ്ണങ്ങളിൽ തെളിയുക. അപ്പം ഈ പ്രിസത്തിൽ ഈ കണ്ണാടി ചില്ലിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലുണ്ടായി അതിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ടായിരുന്നു, ഏതൊക്കെ ഇലക്ട്രോണുകൾ ഏതൊക്കെ മേഖലകളിലാണോ നിൽക്കുന്നത്, ആ എല്ലാ മേഖലകളും നമുക്ക് കാണാൻ പറ്റുക ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ അതിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പം, ആറ്റത്തിന് ചുറ്റും നിൽക്കുന്ന ആ ഗ്രൗണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പം അതിന് ഒരു കളറാണ്. അതിന് വീണ്ടും ഇലക്ട്രോണുകളെ കൂടുതലായിട്ട് കൊടുത്ത് ചാർജ് കൂട്ടിക്കൊടുക്കുമ്പം, ഈ ഇലക്ട്രോണുകൾക്ക് ചാർജ് കൂട്ടിക്കൊടുക്കുമ്പം അതിന് ആ ഗ്രൗണ്ട് സ്റ്റേജിൽ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അതിനേക്കാൾ മുകളിലേക്കുള്ള സെക്കൻഡ് സ്റ്റേജിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്യുന്ന കണ്ടില്ലേ? അത് ഒഴുകിക്കയറുമല്ല ചെയ്യുന്നത്, ജമ്പ് ചെയ്യുക ചെയ്യുന്നത്. ജമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ക്വാണ്ട എന്ന് പറയുന്ന പേരൊക്കെ വന്നത്. അങ്ങനെ ജമ്പ് ചെയ്ത് രണ്ടാം സ്റ്റേജിലെത്തുമ്പം അതിലേക്ക് എന്താ സംഭവിക്കുന്നത്? അതിലേക്ക് പുതിയ ഫോട്ടോൺ ആഡ് ചെയ്യുക. കാരണം പ്രകാശത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് രണ്ടാം സ്റ്റേജിലേക്ക് ആഡ് ചെയ്യപ്പെടത്തുള്ളൂ. അങ്ങനെ ആഡ് ചെയ്യുമ്പം അതിലെന്താ ചെയ്യുന്നത്? പുതിയ ഫോട്ടോൺ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോൺ ആടുമ്പം ആ ഫോട്ടോൺ സെക്കൻഡ് സ്റ്റേജിലേക്ക് ആഡ് ചെയ്യുന്ന ഫോട്ടോണുമായിട്ട് ചേർന്ന് ആ ഇലക്ട്രോൺ പ്രവർത്തിക്കുന്നത് വേറൊരു കളറാണ്. വീണ്ടും തേർഡ് സ്റ്റേജിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഫോട്ടോണുകൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് കൂട്ടി കൊടുക്കണം ഈ ഇലക്ട്രോണിന്. അന്നേരം അത് തേർഡ് സ്റ്റേജിലേക്ക് പോകും, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ്. ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. ഇൻഫിനിറ്റ് എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അപ്പം ഇങ്ങനെ കൂട്ടി നമുക്ക് ഈ വർണ്ണരാജി കഴിഞ്ഞു, പല കളറുകൾ വന്നു. ഇനി അടുത്ത സെക്ഷൻ എന്താ? അടുത്ത സെക്ഷൻ വീണ്ടും എനർജി കൂട്ടി കൊടുത്താൽ അതിൽ നിന്ന് ഗാമ, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, ഇതുപോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ വരും, ഇതുപോലുള്ള കിരണങ്ങളിലേക്ക് വരും. കാരണം അത്രമാത്രം കൂട്ടിക്കൊടുക്കാനുള്ള എനർജി സിസ്റ്റം നമുക്കില്ല. അതുകൊണ്ടാണ് സണ്ണിൽ നിന്ന് വരുന്ന പ്രകാശത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, റേഡിയേഷൻ എല്ലാം അതിലുണ്ട്. കാരണം അത്രയും ഇൻറ്റൻസീവായിട്ട് കത്താൻ സൂര്യന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു സംഭവത്തെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ കാണാൻ പറ്റുന്നതിനെക്കുറിച്ച് ഒരു തിയറി, മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കി അതിൻ്റെ പൊസിഷൻ എവിടെ, അതിൻ്റെ നിലനിൽക്കുന്നത് എവിടെ എന്നുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഈ സംഭവങ്ങളെല്ലാം എവിടെയായിരിക്കും, ഏത് സ്റ്റേജിലായിരിക്കും, ഏതായത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കോളംസും റോസും ആയിട്ടുള്ള കുറേ ഗുണിതങ്ങളുണ്ടാക്കി അതിൽ നിന്ന് വെട്ടിയും കുറച്ചും കൂട്ടിയും ഒക്കെ ഓരോരോ നമ്പറുകൾ ഉണ്ടാക്കിയിട്ട് ഈ നമ്പർ അനുസരിച്ച് ഇത്ര സംഭവം കഴിയുമ്പം ഇത്ര ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുമ്പം ഇന്ന ലെവലിൽ, അടുത്ത ഇലക്ട്രോണുകൾ ചെല്ലുമ്പം ഇന്ന അളവിൽ, അപ്പം ഈ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ, തേർഡ് സ്റ്റേജിൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രോബബിലിറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്, ഹൈസൻബർഗ്. അതുകൊണ്ട് തന്നെ കാരണം ഇപ്പോഴും നമുക്കറിയത്തില്ല, ഈ നൂറ്റാണ്ടിലും നമുക്കറിയത്തില്ല ഒരു സിംഗിൾ ഇലക്ട്രോൺ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. നമുക്കറിയാൻ പറ്റുന്ന ഒരു 1000 ഇലക്ട്രോണുകളുടെ ഒരു വിട്ട് കഴിയുമ്പം അതിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട്, ഇലക്ട്രോണുകൾ ഇത്രയും തീ കൊടുക്കുമ്പം എത്രമാത്രം പൊസിഷനിൽ, അല്ലെങ്കിൽ ഇത്രയും ഇലക്ട്രിക്കൽ ചാർജ് ഈ ഇലക്ട്രോണിന് കൊടുക്കുമ്പം, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന് കൊടുക്കുമ്പം ഇത് ഏത് പൊസിഷനിലായിരിക്കും, ഏത് സ്റ്റേജിലായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുക ചെയ്യുന്നത്, ആയിരിക്കാം എന്ന്. ഇതാണ്
മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ്റെ മാതൃകയിലാണ് ഹൈസൻബർഗ് ഈ തിയറിയെ കണ്ടത്. അപ്പം മെട്രിക്സിൻ്റെ കണ്ണിലൂടെയാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് റെപ്രസെൻറ്റേറ്റീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക്, കാരണം ഇതായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ വേറെ ലോജിക്കൊന്നും അതിനകത്തില്ല. ഇതായിരിക്കും ഈ വർണ്ണരാജിക്ക് കാരണം ഇതായിരിക്കും എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേറ്ററിൽ അദ്ദേഹം എഴുതിയ തിയറിയാണത്. രണ്ടാമത് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എഴുതിയ ആളാണ് ഷ്രോഡിഞ്ചർ. അപ്പോൾ ഷ്രോഡിഞ്ചറിൻ്റെ ഇക്വേഷനിൽ കാര്യത്തിൽ നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹം വളരെ ഡിഫറെൻ്റായിട്ടാണ് ചിന്തിച്ചത്. അദ്ദേഹം ചിന്തിച്ചു പ്രകാശം, അതിനു മുമ്പ് ലൂയി ഡി ബ്രോഗ്ലിയുടെ ഒരു പോസ്റ്റുലേറ്റ് ഉണ്ട്. കാരണം പ്രകാശത്തിന് തരംഗ സ്വഭാവം ഉള്ളതുപോലെ കണികയ്ക്കും തരംഗ സ്വഭാവം ഉണ്ടെന്ന്. കാരണം കണിക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഇലക്ട്രോൺ പോലുള്ള കാര്യങ്ങൾ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ പോലുള്ള കാര്യങ്ങളിൽ ഇലക്ട്രോൺ ആണ് ഇതിനകത്ത് സ്റ്റോറിയിലെ എല്ലാം താരം എന്ന് പറയുന്നത്. ഇലക്ട്രോണിനും പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവം ഉള്ളതുപോലെ വേവ്സിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് വന്നു. അപ്പം ഹൈസൻബർഗ് ഷ്രോഡിഞ്ചറാണ് ചെയ്തത്, വേവിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇതിനെ വേവ് എന്ന രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേവ് ഫങ്ഷൻ ഇതിൻ്റെ വേവ് ചെയ്യുന്ന ഈ തരംഗത്തിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, തരംഗത്തിൻ്റെ ഫങ്ഷൻ എന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫോമിലേക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ റെപ്രസെൻറ്റേറ്റീവ് ഫോമിലേക്ക് ആക്കിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചിന്തിച്ച വ്യക്തിയാണ് ഷ്രോഡിഞ്ചർ. അദ്ദേഹമാണ് ഈ വേവ് ഫങ്ഷൻ എന്ന് പറയുന്നൊരു രീതിയിലേക്ക് ഇതിനെ മാറ്റിയത്. അതായത് ഈ ഇലക്ട്രോൺസിനെ ഒരു വേവ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം വേവ് എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഇലക്ട്രോൺസിനെ അദ്ദേഹം നോക്കിക്കണ്ടു. അപ്പോൾ വേവ്സിനാകുമ്പോൾ എന്താണ്, നമുക്കിതിൻ്റെ ഓരോ പാർട്സും മനസ്സിലാക്കാൻ പറ്റും. കാരണം കണിക എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റത്തുള്ളൂ. ഒരു ഹാഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ വേവ്സിനോ, തരംഗങ്ങളെ നമുക്ക് എത്ര ചെറുത് വേണേലും ആക്കാം. അപ്പം തരംഗം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം മാറി. അപ്പം ആ തരംഗത്തിൻ്റെ ലെവലനുസരിച്ച്, കാരണം അദ്ദേഹം ഇതിനെക്കുറിച്ച് തിയറി എഴുതി. അപ്പം തരംഗത്തിൻ്റെ പ്രത്യേകത എന്താ, നമ്മുടെ വേവ് ലെന്ത് കുറഞ്ഞ, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ തരംഗങ്ങൾ, കൂടിയ തരംഗങ്ങൾ, ഇങ്ങനെയൊക്കെ അദ്ദേഹം പല രീതിയിൽ വെച്ചു. അപ്പം ഏറ്റവും ബേസിക്കായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രോണുകളാണെങ്കിൽ എന്തായിരിക്കും എന്നിട്ട് തരംഗത്തിൻ്റെ പ്രത്യേകത, അത് വേവ് ലെന്ത് കൂടിയ തരംഗങ്ങളായിരിക്കും. വേവ് ലെന്ത് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയും. കാരണം ഒരു തരംഗം ഇങ്ങനെ നീണ്ടു പോവുക, നീണ്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ആ പൊങ്ങൽ താഴൽ പോലുള്ള സംഭവങ്ങൾ കുറവായിരിക്കും. മേളിലേക്ക് പോകുമ്പോഴോ, മേളിലേക്ക് താഴുമ്പം അതിൻ്റെ ആ ഫ്രീക്വൻസി അടിക്കുന്ന ഫ്രീക്വൻസി കൂടി ഭയങ്കര ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ചെറുത് കുഞ്ഞു ECG പോലെ വരുന്ന രീതിയിലേക്ക് മാറും. അപ്പം ഈ മേളിലേക്ക് പോകും തോറും ഫ്രീക്വൻസി കൂടും, താഴത്തേക്ക് ഇറങ്ങും തോറും ഫ്രീക്വൻസി കുറയും. അപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തരംഗത്തിൻ്റെ ലെന്ത്, ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ നീളം മുതലായ കാര്യങ്ങൾ വെച്ച് ഇദ്ദേഹം ഇലക്ട്രോണിനെ വിഭജിച്ചു. അങ്ങനെ വിഭജിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തിയറി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഷ്രോഡിഞ്ചറിൻ്റെ ഇക്വേഷനാണ് ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്ന ആറ്റോമിക് ലെവലിലെ ഇലക്ട്രോണുകളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഫണ്ടമെൻ്റലും ഏറ്റവും വിശ്വസ്തവുമായ തിയറി എന്ന് പറയുന്നത്. അപ്പോഴും ഒരു സംശയമുണ്ട്, വേവ് പറയുന്നിടത്തേക്ക് ഇലക്ട്രോൺ പോകുന്നു എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഈ വേവ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. എങ്ങനെയാണ് ഈ വേവ് ഉണ്ടാകുന്നത്, ഈ വേവ് ഉണ്ടാക്കുന്ന സംഭവം എന്താ, ഇലക്ട്രോണുകളെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘടകം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് അൺസർട്ടനിറ്റി വന്നത്. കാരണം ഇതിനകത്ത് ഫോട്ടോൺ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ഫോട്ടോൺ വേണം. അപ്പോൾ ഫോട്ടോൺ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ജമ്പ് ചെയ്തു പോകും ഇലക്ട്രോൺസ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ വേവ് എങ്ങനെയാണ് വേവ് ചലിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ
അപ്പോൾ വേവ് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം 1000 വേവ് കട്ടി കുറഞ്ഞ പ്രോട്ടോണുകൾ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പല 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 സ്ഥലത്ത് ഇതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ 1000 വേവ്സ് വിടുമ്പം ഇതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടാണ് ഷോഡിഞ്ചർ അതിനെക്കുറിച്ചൊരു പടം വരച്ചേക്കുന്നത്. വേവ് ലെന്തിനെ ഗ്രൗണ്ട് ലെവലിലായിരിക്കുമ്പോൾ ഉള്ള രീതി, വേവ് ലെന്ത് കൂട്ടിക്കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ള രീതി, ഇങ്ങനെ അദ്ദേഹം ഷോഡിഞ്ചറുടെ വേവ് ഇക്വേഷൻ തന്നെയുണ്ട്. ഒരു വേവുകൾക്ക് ഓരോ വേവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ഇലക്ട്രോണുകളുടെ ചാർജ് കൂട്ടിക്കൊടുത്ത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് വേവിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം വരച്ചേക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നോബൽ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്ന നെയിൽ ബോറിൻ്റെ ആറ്റം അല്ല, ഷോഡിഞ്ചറിൻ്റെ ആറ്റമാണ്, ആറ്റത്തിൻ്റെ ചിത്രമാണ്, ആറ്റത്തിൻ്റെ പടമാണ് നമ്മുടെ ഔദ്യോഗികമായിട്ട് ഉള്ള ഇന്ന് ഫങ്ഷൻ ചെയ്യുന്ന ആറ്റോമിക് തിയറിയുടെ അടിസ്ഥാനത്തിലുള്ള പിക്ചർ എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോണുകൾ ചുറ്റും കിടക്കുന്ന സംഭവമല്ല, ഓർബിറ്റ് ചെയ്യുന്ന സംഭവമല്ല. അത് ഇലക്ട്രോണുകൾ ഒരു ക്ലൗഡ് പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇവിടെ അൺസർട്ടനിറ്റി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രിൻസിപ്പിൾ ഇതിനകത്തുണ്ട് വരികയാണ്. അപ്പം നമുക്കിപ്പോഴും ഉള്ള നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വാണ്ടം സയൻസ് നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രോൺ എങ്ങനെ പെരുമാറുന്നു എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിയറി നമുക്കിപ്പോഴും ഇല്ല. ഒരു ഇലക്ട്രോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്ക് 1000 ഇലക്ട്രോണുകളെ വിട്ടിട്ട് അതിൻ്റെ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ സിസ്റ്റം യൂണിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പഠനമോ അങ്ങനെ ഒരു സ്കെയിലോ നമുക്കില്ല. അതിൻ്റെ ഒരു ന്യൂനതയാണ്. രണ്ടാമത്തെ സംഭവം, ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ട ഒരാവശ്യം വന്നേക്കുക. കാരണം ഈ വേവ്സിനെ നമ്മൾ വേറൊരു ഇതിൽ നിന്നങ്ങ് മാറ്റുക. കാരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സമയം മാറുന്നതിനനുസരിച്ച് ഈ വേവ്സിനുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പം സമയം മാറുന്നതിനനുസരിച്ച് വേവ്സിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ വേവ്സിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും ഈ വേവിനെ വാച്ച് ചെയ്താൽ, എന്തെങ്കിലും ഒരു സിസ്റ്റം ഉപയോഗിച്ച് നമ്മളിതിനെ വാച്ച് ചെയ്യാം. പ്രോട്ടോൺ ഉപയോഗിച്ച് നമുക്കിതിനെ വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറഞ്ഞ ചാർജുള്ള പ്രോട്ടോണിനെ നമ്മളങ്ങ് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ വാച്ച് ചെയ്താൽ അപ്പം ഈ തരംഗം കൊളാപ്സായി പോകും. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ തരംഗം കൊളാപ്സായിട്ട് അതെന്ത് ചെയ്യും, ഒരു പൊസിഷനിലേക്ക് മാറും, ഒരൊറ്റ പൊസിഷനിലേക്ക്. തരംഗത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. തരംഗം എന്ന് പറയുന്നത് നമ്മുടെ ഊഹങ്ങളിലും ചിന്തകളിലുള്ള തരംഗമായിരിക്കുമെന്ന്. തരംഗം എന്ന കണ്ണിലൂടെ ഷ്രോഡിഞ്ചർ കണ്ട് അതിനെക്കുറിച്ച് ഇക്വേഷൻ എഴുതി അത് പ്രായോഗികമായതുകൊണ്ടാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത്. തരംഗം ശരിക്കും പറഞ്ഞാൽ ആ തിയറിയിലേ ഉള്ളൂ. കാരണം നമ്മളിങ്ങനെ വിടുന്ന സംഭവം എവിടെയൊക്കെയാണോ ഇലക്ട്രോണുകളെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് ഇത് തരംഗ രീതിയിലാണ് പോകുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം വീണ്ടും ഒരു തിയറി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രണ്ടായിട്ട് എടുത്തേ. നമ്മളൊരു കടലിലേക്ക് ഒരു ശുദ്ധമായ ജലാശയം, അതിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു. സ്വാഭാവികമായിട്ട് ആ കല്ല് ചെന്നൊരിടത്ത് വീണ് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവമാണ് തരംഗം. അപ്പം ആദ്യം അതിൻ്റെ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം ഒരുപാട് പൊങ്ങിയും താന്നും പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പം നമ്മൾ എടുത്തെറിഞ്ഞതിൻ്റെ ഭാരം അനുസരിച്ച് കുറച്ച് കഴിയുമ്പം സമയം കൂടുന്നതിനനുസരിച്ച് ആ തരംഗത്തിൻ്റെ ശക്തി കുറഞ്ഞ് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും. നമുക്ക് പിന്നെ അവസാനം അത് മനസ്സിലാക്കത്തില്ല. അവിടെ ഉണ്ടായിരിക്കും, അങ്ങനെ ആ തരംഗം പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ സമയം കൂടുന്നതിനനുസരിച്ച് ആ തരംഗത്തിൻ്റെ ശക്തി കുറഞ്ഞ് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് പോവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ തരംഗം ഉണ്ടാക്കിയത് ഏതാ? അത് ആ പദാർത്ഥം അവിടെ ചെന്ന് വീണു. അതായത് ആ പദാർത്ഥം ചെയ്ത പ്രവൃത്തി കൊണ്ടല്ലേ അവിടെ ഒരു സംഭവം ഉണ്ടായത്, അവിടെ ഒരു തരംഗമുണ്ടായത്. അപ്പോൾ തരംഗമുണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ തരംഗമായിട്ടും അവിടെ വീണ ആ കല്ലിൻ്റെ ആക്ഷൻ, കല്ല് ആ തടാകത്തോട് സംസാരിച്ച ഭാഷ, ആ ഭാഷയുടെ റിസൾട്ടാണ് തരംഗം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റണം എന്ന് പറയുന്ന ഒരു സയൻസും ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട്
തരംഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് തരംഗമുണ്ടാക്കിയ പ്രവൃത്തി. ഒരു ഇലക്ട്രോണിന് അടുത്ത മേഖലയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള പവർ കൊടുത്തത്, ആ പവർ ഉണ്ടാക്കി കൊടുത്ത ആ പ്രവൃത്തിയുടെ റിസൾട്ടാണ് ഈ ചലനം നിയമം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സംഭവം വരുന്നുണ്ട്. ഈ പറയുന്നതെല്ലാം തന്നെ ചലന നിയമങ്ങളാണ്. കാരണം ഏറ്റവും ചെറിയ സൂക്ഷ്മ കണികകൾക്കുള്ളിലെ ചലന നിയമത്തെക്കുറിച്ചാണ് ഈ വേവ് ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ വേവ് ഫങ്ഷൻ എന്ന കാഴ്ചപ്പാടിലാണ് ഷ്രോഡിഞ്ചർ തിയറി ഉണ്ടാക്കിയെങ്കിൽ ഇതൊന്നും ഒരു ഫണ്ടമെൻ്റലായ തിയറിയായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇനിയും വരാൻ പോകുന്ന കാലത്ത് നമ്മുടെ തിയറികൾ, നമ്മളിതിനെ കാണുന്ന ഇലക്ട്രോൺസുകളെയും ഈ ആറ്റോമിക് ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റം വരാം. കാരണം പണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ഇന്ന് വരുന്നത്. ഇപ്പം തന്നെ നമ്മളൊന്ന് നോക്കിക്കേ, ന്യൂക്ലിയർ എനർജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനർജി എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ എനർജിയുടെ അടിസ്ഥാനം എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ എനർജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയർ, ആ വേർഡ് തന്നെ വരുന്ന കണ്ടില്ലേ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള എനർജിയെയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള എനർജി എന്താണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും എല്ലാം, ഈ പ്രോട്ടോണുകൾ ഈ പോസിറ്റീവ് ചാർജുകളെല്ലാം കൂടി ഒരുമിച്ചിരിക്കത്തില്ല. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ഈ പ്രോട്ടോണുകളെ എല്ലാം കൂട്ടിച്ചേർത്ത് ന്യൂട്രോണിനെയൊക്കെ ഒരുമിപ്പിച്ച് പിടിച്ച് ഒരു കെട്ടിയിട്ടേക്കുന്ന ഒരു വലയം പോലെ അതിനകത്ത് അടച്ചിട്ടേക്കുന്ന ആ എനർജിക്കാണ് ഗ്ലൂവോൺ എന്ന് പറയുന്ന ആ എനർജിക്കാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. കാരണം ഇതിനേക്കാളെല്ലാം കൂടിയ എനർജിയാണത്. കാരണം അതുകൊണ്ടാണ് ഈ പ്രോട്ടോണുകളെല്ലാം അത് കെട്ടിയിട്ടേക്കുന്ന പോലെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണ നിയമം വലയം ഭേദിച്ചത് കടന്നു പോയേനെ. അത് പോകാൻ പറ്റാത്ത രീതിയിൽ അതിനെ കെട്ടിയിട്ടേക്കുന്ന പോലെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ സംരക്ഷണ നിയമത്തിനുള്ളിൽ അതിനെ ഒതുക്കി നിർത്തിയിരിക്കുന്ന എനർജിക്ക് പറയുന്ന പേരാണ് ഗ്ലൂവോൺ എന്ന് പറയുന്ന എനർജിയാണ് അതിനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. അപ്പം അതിന് പറയുന്ന പേരാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ന്യൂക്ലിയർ എനർജിയും ഈ ആറ്റോമിക് ലെവലിലേക്ക് ലോകം ചിന്തിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിസം വളർന്ന് അതിൽ നിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടിങ്, ക്വാണ്ടം ക്രിപ്റ്റോ കറൻസി, അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ഫണ്ടമെൻ്റലായ ആശയം എന്ന് പറയുന്നത് ആറ്റോമിക് ലെവലിൽ ഉറങ്ങിക്കിടക്കുന്ന എനർജിയെ നമ്മൾ ഉണർത്തിയെടുത്ത് മനസ്സിലാക്കി, അതിനെക്കുറിച്ച് പഠിച്ച്, അതിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കി, അതിൻ്റെ രീതികൾ മനസ്സിലാക്കി, അതിൻ്റെ ആക്ഷനുകൾ മനസ്സിലാക്കി, നമ്മൾ അതിനെക്കുറിച്ച് തിയറി ഉണ്ടാക്കി ലോകത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ തിയറീനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വരാൻ പോകുന്നൊരു കാലഘട്ടത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഏറ്റവും ശക്തമായ സയൻസാണ് ഈ ന്യൂക്ലിയർ സയൻസ് അല്ലെങ്കിൽ ഈ ആറ്റോമിക് ലെവലിലുള്ള സയൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.